വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി കാർത്തികപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ കടയടച്ച് താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മാർച്ചും ധർണയും AKRRDA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M. അൻസാരി ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി കാർത്തികപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ കടയടച്ച് താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഞങ്ങൾ ആവശ്യപ്പെടുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം, തലപ്പത്ത് മന്ത്രിമാർക്ക് അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നുണ്ട്, അവരുടെ TAD വർദ്ധിപ്പിക്കുന്നുണ്ട്, അവർക്ക് ചികിത്സാ സഹായം നൽകുന്നുണ്ട്. അവർ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ എവിടെ പോയി ചികിത്സിച്ചാലും അവർക്ക് ആ മുഴുവൻ തുകയും അവർക്ക് ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ അന്നം കൂട്ടുന്ന ഏറ്റവും ദരിദ്ര ആരാധന്മാർ കണ്ടുകൂട്ടുന്ന ഞങ്ങളുടെ കൈകളിലേക്ക് പുല്ലുത്തുപ്പുകൾ വെച്ചു തരാൻ സർക്കാർ തയ്യാറാകുന്നില്ല. നമ്മൾക്കറിയാം, ഏറ്റവും താഴെപ്പെട്ട് നോക്കിയാൽ ഇവിടുത്തെ ഇന്നലെ കൊടുത്ത, അതായത് ഇവിടുത്തെ തൊഴിലാളികൾ അവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരിത കർമ്മസേന അവർക്ക് വർദ്ധിപ്പിച്ചു. എല്ലാ മേഖലയിലും ശമ്പളം വർദ്ധിപ്പിക്കുകയും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ പാവപ്പെട്ടവർ അന്നുകൂട്ടുന്ന ഈ കേരളത്തിലെ റേഷൻ വ്യാപാരികൾക്ക് മാത്രം യാതൊരു വിധമായ ആനുകൂല്യങ്ങൾ നൽകിയില്ല എന്ന് ധരിക്കുന്നു. കാരണം ചോദിക്കുമ്പോൾ സർക്കാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ സർക്കാരുകളും എപ്പോഴും ഭരിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ അനുമതിയോടുകൂടി കടം എടുക്കാൻ പതിവുണ്ട്. എന്നാൽ ഇപ്പോൾ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണമെന്നാണ് പറയുന്നത്. അർഹമായ വേതനത്തിന് വേണ്ടിയുള്ള സമര പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ഈ സമരം വിജയിപ്പിക്കുവാൻ ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ റേഷൻ വ്യാപാരികളെയും ഞാൻ ഈ സമരസമിതിയുടെ പേരിൽ ഞാൻ ആദ്യമായി നിങ്ങളെ ആഹ്വാനം ചെയ്യുക. ഇന്ന് ഈ സമരം ഇതൊന്നും കൊണ്ട് തീരുന്നില്ല. അനിശ്ചിതകാല സമരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ അനിശ്ചിതകാല സമരം പറഞ്ഞതൊക്കെ നമ്മളെ അവകാശം നേടിയെടുക്കുന്നത് വരെയും എല്ലാ കടകളും അടച്ച് ഇമ്പോസ്റ്റ് മിഷൻ ഓഫാക്കി ഈ സമരത്തിൽ പങ്കുചേരണമെന്നാണ് എനിക്ക് വ്യാപാരി സുഹൃത്തുക്കളോട് പറയാനുള്ളത്. ഈ സമരത്തിന്റെ വിശദമായിട്ട് മറ്റുള്ള നേതാക്കന്മാരിവിടെ സംസാരിക്കും. ഈ സമരം ഇന്നുകൊണ്ട് അവസാനിക്കുന്നതല്ല. നാളെയും ഈ സമരമുണ്ട്. ഗവൺമെന്റിന് അനുകൂലം, വ്യാപാരികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നതുവരെയും ഈ സമരത്തിൽ ഐക്യ സംഘടനകൾ ഒന്നിച്ചു നിന്നുള്ള പോരാട്ടം നടത്തും. കട തുറക്കുക എന്ന് പറയുന്നത് റേഷൻ ഇറക്കി വെക്കണം. ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ഇമ്പോസ്റ്റ് മിഷനിൽ അരി പിടിച്ച് രേഖപ്പെടുത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിപ്പിച്ചില്ലെങ്കിൽ തെറ്റില്ല, 200 ചാക്ക് അരി നിങ്ങളൊന്ന് ഇറക്കി വെക്കണം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ കെണിയിലാക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമം ഇമ്പോസ്റ്റ് മിഷനിൽ പ്രവേശിപ്പിക്കാതെ ഞങ്ങൾ അരി കയറ്റി വെച്ചാൽ എന്ത് സംഭവിക്കും? 200 ചാക്ക് അരി കള്ളമാറ്റുകാരായി വിരിക്കുന്നത് പോലെ അനധികൃതമായ സാധനം സൂക്ഷിച്ചതിന്റെ പേരിൽ ഞങ്ങളുടെ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല, ഞങ്ങളുടെ കടകൾ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാൻ കഴിയുന്ന പാകത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഗൂഢലക്ഷ്യമാണ് കേരളത്തിലെ സർക്കാർ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന് മുമ്പിൽ കണ്ണിൽ ചോരയില്ലാതെ നടപ്പാക്കാൻ വേണ്ടി ആദ്യം പരിശ്രമിച്ചത്. ഞങ്ങളുടെ ഒറ്റ വ്യാപാരിയും സാധനം ഇറക്കി വെക്കാൻ വേണ്ടി തയ്യാറല്ല എന്ന ആ പ്രഖ്യാപനത്തിന് അടിവരയിട്ടുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ അടുത്ത ഒരു തീരുമാനം അവർ ഇറക്കിയത് കോപ്പറേറ്റീവ് രജിസ്റ്ററെ ഉപയോഗിച്ചുകൊണ്ട് സിവിൽ സപ്ലൈസിന്റെ അല്ലെങ്കിൽ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള കടകൾ, സൊസൈറ്റികളും ബാങ്കുകളും നടത്തുന്ന കടകൾ, അതിന്റെ ചുമതലക്കാർ, ലൈസൻസുകളായിട്ടുള്ള കോപ്പറേറ്റീവ് ഉദ്യോഗസ്ഥന്മാർ, സെക്രട്ടറിമാർ, ലൈസൻസുകളായിട്ടുള്ള സ്ഥാപനങ്ങൾ തുറപ്പിക്കാൻ വേണ്ടിയുള്ള അടവ് തന്ത്രവും അടുത്തതുമായിട്ട് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഹരിക്കുക, ഡയറക്ട് പേയ്മെന്റ് നടപ്പിലാക്കാനുള്ള കേന്ദ്ര നീക്കം ഒഴിവാക്കുക, പൊതുവിതരണ സമ്പ്രദായം തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടിയിൽ നിന്നും പിന്മാറുക, വ്യാപാരികളുടെ വേതനം അതാത് മാസം നൽകുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി സർക്കാരിന്റെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി കാർത്തികപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസ് പടിക്കൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ AKRRDA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M. അൻസാരി ഉദ്ഘാടനം ചെയ്തു. സംയുക്ത സമരസമിതി ചെയർമാൻ R. സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു. സംയുക്ത സമരസമിതി താലൂക്ക് ട്രഷറർ അജി പുത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. KSRRDA പ്രസിഡന്റ് U. ദിലീപ്, താലൂക്ക് സംയുക്ത സമരസമിതി വൈസ് ചെയർമാൻ നവാസ് ഗഫൂർ, ജനറൽ കൺവീനർ CV. സന്യാൽ, ജോയിന്റ് കൺവീനർ ഷജീർ, M. ഉദയഭാനു,
അനിൽ തോമസ്, എസ് ഷംസുദ്ദീൻ, ഡി പുഷ്പലത, എസ് നസീർ, പി സത്യൻ, ഗോപകുമാർ, ടി ലീലാമ, ബിന്ദു ശ്രീകുമാർ, ശ്രീലാൽ, ഹരി, രാജേന്ദ്ര ബെൻ എന്നിവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, ഹരിപ്പാട്.